ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു. അപ്പോൾ വീട്ടിൽ പെട്ടെന്നൊരു അതിഥി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു കിടു പായസത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ അതേ പിന്നെ കപ്പ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്, പായസം ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഫ്രീസറിൽ കപ്പ തൊലിച്ച് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കവറിലാക്കി ഇങ്ങനെ ഫ്രീസറിൽ വെച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം അതെടുത്ത് പുഴുങ്ങി കൂട്ടാൻ വെക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യാം കേട്ടോ. 1-2 ആഴ്ചയൊക്കെ ഇങ്ങനെ വെക്കാവുന്നതാണ്. അപ്പം ഞാനിതേ വീട്ടിൽ കുറച്ച് സാബൂനരി ഉണ്ടായിരുന്നു, അതൊന്ന് വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകി കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് രാവിലെയാണോ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാർ ഇതുവഴി പോകുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ആൾ ഇങ്ങോട്ട് വന്നാൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചതായിരുന്നു കേട്ടോ. ഒരുമിച്ച് അവർ കുറേ മുന്നേ ഒരുമിച്ച് പഠിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ നമ്മൾ കടയിലൊക്കെ പറഞ്ഞാൽ പലതും കിട്ടും, പക്ഷേ എന്തെങ്കിലും വീട്ടിൽ ഉണ്ടാക്കിയത് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഫ്രീസറിൽ കപ്പുള്ളത് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും പായസം തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാബൂനരി വേവിക്കാൻ വെച്ചു, പിന്നെ ശർക്കര ഉരുക്കാൻ വെച്ചു. അതുപോലെ തന്നെ ഒരു മുറി തേങ്ങ ഉണ്ടായിരുന്നു, അതും വേഗം ചുരണ്ടി ഇതിൻ്റെ പാലും എടുത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഒരു 3 അച്ച് ശർക്കര ഇതേ വെള്ളത്തിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് പായസമല്ലേ, വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയല്ലേ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഗ്രേറ്റ് ചെയ്ത് ഇത് നമുക്ക് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. കപ്പ വെച്ചിട്ടുള്ള പായസം കുടിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് എന്തോ അങ്ങനെ ആലോചിക്കാൻ നമ്മൾ എന്താ പെട്ടെന്ന് ഒരാൾ വരുന്നുണ്ടെന്ന് എന്താ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എന്താ കൊടുക്കാമെന്ന് ഇങ്ങനെ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ ഇത് വെച്ചൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചതാണേ. അപ്പോൾ ഇത് വെച്ച് ഉണ്ടാക്കുന്നത് കുടിച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയത് നമ്മൾ അംഗൻവാടി മത്സരങ്ങളിലൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുടിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതേ പിന്നെ സാബൂനരി വേവിക്കാൻ വെച്ചതേ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 3 വിസിലിന് ഓഫാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിതേ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് നല്ലതുപോലെ ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞ് ഒഴിവാക്കിയിട്ടുള്ള ഈ കപ്പല്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തപ്പോഴാണ് പിന്നെന്താണ് മനസ്സിലായത് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ കട്ട ഇതിങ്ങനെ കലങ്ങി കിട്ടൂല. ഈ സാബൂനരിയാണെങ്കിൽ അതിങ്ങനെ കൊഴുത്ത് നിൽക്കുകയല്ലേ, പിന്നെ ഇതിലേക്ക് ഇതിങ്ങനെ പിഴിഞ്ഞ് ഈ കട്ട കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് ഇങ്ങോട്ട് കലങ്ങി കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതൊരു അബദ്ധമായിപ്പോയി. അത് കുറച്ച് വെള്ളം ചേർത്തിട്ടോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലോ ഒന്ന് മിക്സ് ചെയ്ത് കലക്കിയിട്ട് അല്ലെങ്കിൽ ശർക്കര വെള്ളത്തിലോ മിക്സ് ചെയ്ത് കലക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്ന് പിന്നെ തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാനിത് കയ്യിൽ വെച്ച് അങ്ങനെ ഉടച്ചൊക്കെ നോക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ ഒന്ന് വേവിക്കാമെന്ന് വെച്ച് വേവിക്കുമ്പോൾ അത് പിന്നെ ശരിക്കും കലങ്ങിപ്പോയിക്കോളല്ലോ. പിന്നെ നല്ലതുപോലെ വെന്ത് തുടങ്ങുമ്പോൾ നല്ല പൊടിയുള്ള കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അല്പം നമ്മൾ പായസത്തിൽ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര അല്ലേ, അപ്പോൾ കല്ലൊക്കെ ഉണ്ട് നല്ലതുപോലെ അരച്ചിട്ട് എടുക്കുക കേട്ടോ. അത് നല്ല പിന്നെ കല്ലൊട്ടും ഇല്ലാത്തതായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനിതിങ്ങനെ നമുക്ക് എന്തൊരു ടെൻഷനായിട്ടോ അത് കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവസാനം ആയപ്പോൾ ഏതായാലും കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലായിട്ടോ. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഒരു ടെൻഷനായിരുന്നു. പിന്നെ ഇതേ നമ്മൾ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ തമ്പാൽ ഇതിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ കറക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഇതേ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാനിതേ അടച്ച് വെച്ചിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് ഒന്നൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വിസിലടുപ്പിച്ചിട്ടൊന്നും നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതല്ലേ. അപ്പോൾ ഇപ്പോൾ കപ്പേൻ്റെതൊക്കെ കട്ട കുത്തിയതൊക്കെ ഒന്ന് കലങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏലക്കായ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെന്തതിന് ശേഷം നമ്മൾ അല്പം അണ്ടിയും മുന്തിരി അതൊക്കെ വറുത്ത് അതും അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പായസം ഏതായാലും സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി വളരെ കുറച്ചാവണ്ടാണോന്ന് അറിയില്ല, എല്ലാവർക്കും ഇത് ഇങ്ങോട്ട് പിന്നെ ബാക്കിയുള്ള മക്കളൊക്കെ വന്നപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവർ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കൂടിയെന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പം ഇനി പിന്നെ കപ്പയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഫ്രീസറിലുണ്ടല്ലോ എന്നും പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഓറഞ്ച് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു ആദ്യം. പിന്നെ അതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം ജ്യൂസ് അടിക്കാൻ കേട്ടോ. ഓറഞ്ചൊക്കെ ജ്യൂസ് അടിക്കുമ്പോൾ കുരു കളഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അത് കയ്പ്പ് വരും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതേ ഇനി പായസം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ആ പായസത്തിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടപ്പോൾ അതൊക്കെ കട്ടകുത്തലൊക്കെ ഒന്ന് കലങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ഇനി കപ്പ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ. എന്നും കൂട്ടാനും കറിയും പിന്നെ പുഴുങ്ങിയതും മാത്രം ആക്കണ്ട, ഇതുപോലെ വെറൈറ്റി ഒക്കെ ആയിട്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പായസം പറ്റുന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.